കാട്ടുപീച്ചിങ്ങ. പതിയെ പതിയെ കൈ മുറിയണ്ട. നമുക്ക് 2 എണ്ണം കിട്ടിയിട്ടുണ്ട് കാട്ടുപീച്ചിങ്ങ. നമുക്ക് നോക്കാം. അത് കേടാണ്. അല്ല അത് നല്ലതാണ്. ഇത് വെള്ളം ഇച്ച് കഴുകിയാൽ റെഡിയാവും. നമുക്ക് നോക്കാം. കായൊക്കെ കൂടെ പോരും. ഇതിങ്ങനെ കുടഞ്ഞ് കഴിയുന്നതിൻ്റെ കാ പോട്ടോ. ആദ്യം നമ്മൾ ഒരെണ്ണം പൊട്ടിച്ചെടുത്തിരുന്നു. അതാണ് നമ്മുടെ അമ്പുമോൻ്റെ കയ്യിലിരിക്കുന്നത്. ഇത് ഇങ്ങനെ മേല് തേക്കാൻ ഉപയോഗിക്കാവേ. മോനെ ഞെക്കി കാണിച്ചേ. ഇത് വെള്ളം ഒഴിച്ച് കഴിയുമ്പോൾ കണ്ട നല്ല ഇഞ്ച പോലെ അങ്ങോട്ട് സോഫ്റ്റായിട്ട് വരുന്നുണ്ട്. വെള്ളം ഒഴിച്ച് കഴിയുമ്പോൾ ആദ്യം അത് ഹാർഡായിട്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ കുരുവൊക്കെ കളഞ്ഞിട്ട് വെള്ളം ഒഴിച്ചപ്പോഴത്തേക്കും അതിങ്ങനെ സോഫ്റ്റായിട്ട് വന്ന്. കയ്യിലൊന്ന് ഉരച്ച് കാണിക്കേ. ഇങ്ങനെ കുടഞ്ഞിട്ടാണ് അതിൻ്റെ കുരു കളയുന്നത് കേട്ടോ. കാണാൻ നല്ല രസമുണ്ട്. നിങ്ങൾ ആരെങ്കിലും ഇത് കണ്ടിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണേ. ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. ഇതിപ്പോൾ നല്ലപോലെ ഉണങ്ങിയതുകൊണ്ടാണ് കേട്ടോ ഈ കളറ്. അത് കഴിയ പോവ് കുരുവൊക്കെ കളഞ്ഞ് ഇതിൻ്റെ അകംഭാഗം ഇങ്ങനെയാണ് ഇരിക്കുന്നത്. ലക്കി വന്നത് എന്താണെന്നൊക്കെ പരിശോധിക്കുന്നുണ്ട്. ഇത് നനച്ച് കഴിയുമ്പോഴാണ് ഇത് സോഫ്റ്റ് ആവുന്നത്. അതുവരെ ഇത് ഹാർഡാണ് കേട്ടോ. അതുകൊണ്ടാ നല്ല ഹാർഡായിട്ടാണ് ഇരിക്കുന്നത്. നല്ല കിളിക്കൂട് പോലെ പെയിന്റ് അടിച്ച് നോക്കാം. പെയിന്റ് അടിച്ച് ഇങ്ങനെ വെച്ചാൽ നല്ല ഭംഗിയായിരിക്കും ചിലപ്പോൾ. അത് നിന്റെതല്ല. ഇത് കുറേ ഉണ്ടല്ലേ. നല്ല കിളിങ്ങുന്ന സൗണ്ട് കേൾക്കുന്നുണ്ടല്ലേ. കുഞ്ഞാവുണ്ടാവുമ്പോ ഇങ്ങനെ കിളിക്കാ. ശരി. തൊണ്ട് നല്ല ഈസി ആയിട്ട് പൊളിഞ്ഞു വരുന്നുണ്ടല്ലേ. നിനക്കത് മതിയില്ലേ? നീ എടുത്തിട്ടാ.